എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് എല്ലാം നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഭവം എന്ന് വെച്ചാൽ ഒരു ഞണ്ടിൻ്റെ ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, ഒന്നും കൂടെ പറയാണ്. പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിലേക്ക് വേണ്ടി 4 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി. ഇനി വേണ്ടത് 2 തക്കാളി. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ട് വരാം. അപ്പം സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഉള്ളി ചതച്ചും എടുത്തിട്ടുണ്ട്. നമുക്കിനി കറി വയ്ക്കാം. ഇപ്പോൾ സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇല്ലേ, അതിട്ട് കൊടുക്കുക അതിലോട്ട്. ഇനി ഇതിലേക്ക് 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാമായിരിക്കും വെച്ചിട്ടുള്ളത്. ഞാൻ 3 പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, 4 സവാളയിൽ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. നമുക്ക് കുറവുള്ളത് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് പൊടിച്ചതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇത് ഗരം മസാലയാണ്, 1 ടീസ്പൂണ്. അപ്പോൾ ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ഞണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനിൽ ഞണ്ടാണ് ഇഷ്ടം. ഞണ്ട് കൊഞ്ച്.
ഇത് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല കേട്ടോ. ടേസ്റ്റ് അറിഞ്ഞവർ വെറുതെ വിടില്ല അത്. അപ്പം ഞണ്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ സവാളയ്ക്ക് മാത്രമല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞണ്ടിന് വേണ്ട അതും കൂടി ഇട്ട് കൊടുക്കാം, അതിൻ്റെ ടേസ്റ്റിനും കൂടെ. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഞണ്ടെല്ലാം വെന്ത് കിട്ടണം, അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാത്തവരൊന്നും ഇത് വാങ്ങി കറി വെച്ച് നോക്കണേ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് വിടില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.